പോരാട്ടച്ചൂടിൽ തിളയ്ക്കുകയാണ് ജില്ലയുടെ വടക്കുകിഴക്കു ഭാഗത്തെ അതിർത്തി മണ്ഡലമായ ചേലക്കര. സിറ്റിംഗ് MLA LDF-ലെ UR പ്രദീപിനെ നേരിടാൻ യുവനേതാവ് ശിവൻ വീട്ടിക്കുന്ന് സ്വതന്ത്ര വേഷത്തിലാണ് UDF-നായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. കെ ബാലകൃഷ്ണനിലൂടെ കരുത്തുകാട്ടാനുള്ള ഒരുക്കത്തിലാണ് NDA. ആരംഭകാലം മുതൽ സംവരണ മണ്ഡലമായിരുന്ന ചേലക്കരയിൽ ആദ്യകാലത്ത് കോൺഗ്രസും വിജയക്കൊടി ഉയർത്തിയിരുന്നു. കോൺഗ്രസിലെ KK ബാലകൃഷ്ണനെ 4 തവണ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചേലക്കര. MA കുട്ടപ്പനും MP താമിക്കും കൈകൊടുക്കാൻ മടിച്ചിട്ടുമില്ല. എന്നാൽ 1996 മുതലുള്ള മണ്ഡല ചരിത്രം K രാധാകൃഷ്ണനോടാണ് ചേരുംപടി ചേർന്നിട്ടുള്ളത്. 5 തെരഞ്ഞെടുപ്പുകളിൽ K രാധാകൃഷ്ണനിലൂടെ ചേലക്കര വിജയത്തിന്റെ ചെഞ്ചേലണിഞ്ഞു. 2016-ൽ UR പ്രദീപ് ഇവിടെ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായി. രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായ ഒഴിവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 2024-ൽ വീണ്ടും MLA ആയി. LDF-ന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ കൂടി ചേരുമ്പോൾ പ്രതീക്ഷകൾക്ക് തിളക്കമേറുന്നതായി UR പ്രദീപ് പറയുന്നു. ഇടതുമുന്നണിയുടെ വിജയപട്ടികയിലെ കണക്കെടുപ്പിൽ ചേലക്കര മുന്നിൽ തന്നെയുണ്ടെന്നും സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം. ഇവിടെ ജയത്തിന്റെ കാര്യത്തിലുള്ള ആളുകൾക്ക് സംശയം. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ചൂണ്ടിക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ൽ കോങ്ങാടുമായുള്ള സീറ്റ് വെച്ചുമാറ്റത്തിൽ ചേലക്കര ഇത്തവണ എത്തിയത് ലീഗ് അക്കൗണ്ടിൽ. കോൺഗ്രസ് നേതാവായ ശിവൻ വീട്ടിക്കുന്നിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതിന് പിന്നിൽ UDF നന്നായി ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റിൽ തടുത്തുകൂട്ടാവുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള പരീക്ഷണം വിജയം കാണുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നേതൃത്വം. ടീം UDF-ആയി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ K ബാലകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ഉപതെരഞ്ഞെടുപ്പിൽ NDAയ്ക്കായി 33,609 വോട്ട് നേടി ബാലകൃഷ്ണൻ ശക്തി തെളിയിച്ചിരുന്നു. ഇവിടെ ചേലക്കരയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ അലയൊലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് NDAയ്ക്ക് അനുകൂലമായിട്ടാണ് ഇത്തവണ അത് മാറ്റമുണ്ടാവുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 5-ൽ LDF-ഉം 3-ിടത്ത് UDF-ഉം 1 പഞ്ചായത്തിൽ NDAയും ഭരണം നേടി. പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, വരവൂർ പഞ്ചായത്തുകളാണ് LDF ഭരിക്കുന്നത്. ചേലക്കര, മുള്ളൂർക്കര, ദേശമംഗലം പഞ്ചായത്തുകളിൽ UDF-നാണ് ഭരണം. തിരുവല്ലോമലയിലാണ് NDAയ്ക്ക് ഭരണം ലഭിച്ചത്. നിള അതിരിട്ടൊഴുകുന്ന വാഴാലിക്കാവിന്റെ നാട്ടുഭംഗി നിറയുന്ന പാഞ്ഞാളിലെ പറഞ്ഞുതീരാത്ത കഥകളുള്ള കുത്താമ്പള്ളിയുടെ കസവു താളം കേൾക്കുന്ന തിരുവല്ലോമലയുടെ ഐതിഹ്യ പെരുമ പേറുന്ന നാട്ടിൽ ആരുടെ ചിരിച്ചന്തം ചാർത്തുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV.